ഞങ്ങൾ കണ്ട തുർക്കിയുടെ മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ഫെറിയിൽ ഇതിൽ ഞങ്ങളുടെ ബസ്സുണ്ട്. ഈ ബസ്സിൻ്റെ മുകളിൽ ഇതിൽ കയറി ഡെക്കിൽ കയറി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് ഇവിടെ കൂടെയുള്ള കാഴ്ചകൾ കാണാൻ. ഞങ്ങൾ ഫുഡ് കഴിച്ചത് കണ്ട് അവിടെ ഏറിയയിലായിരുന്നു. അവിടെ നിന്നും ഈ ബസ്സിൽ തന്നെ ഞങ്ങൾ ഓടി ബസ് ഇതിനകത്തിട്ടു. അപ്പോൾ ബസ്സിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഡെക്കിൽ കയറി നിന്ന് കാഴ്ചകൾ കാണാനായിട്ട് നിൽക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ഈ 2-3 കടലുകൾ ഒന്നിച്ച് കിടക്കുന്നത് കൊണ്ട് ഇതൊരു കടലെടുക്കും കൂടാണ്. അപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ് നമുക്ക്. ഏജിയൻ സീ ഉണ്ട്, മർമറ സീ ഉണ്ട്, പിന്നെ അതിനപ്പുറത്തായിട്ട് നമുക്ക് കരിങ്കടലും ഒക്കെ ഉണ്ട് ഇവരുടെ അതിർത്തിയിൽ. അപ്പോൾ അങ്ങനെ എല്ലാം കാണാനായിട്ട് ഞങ്ങൾ കയറി നിൽക്കുകയാണ്. താഴോട്ട് നോക്കിയേ, ഈ ബാർജിൽ അതായത് ഈ ഫെറിയിൽ വാഹനങ്ങളൊക്കെ അടുക്കി ഇട്ടിട്ടുണ്ട്. അതിൽ ഇവൻ നമ്മുടെ ബൈക്ക് മുതൽ കാറ്, ലോറികൾ എല്ലാം അടുക്കി ഉണ്ട്. ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൂരെ കൂട്ടെ കപ്പലുകൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് ഇടയിട്ടായിട്ടാണ് പോകുന്നത്. ആകാശത്തോട് നോക്കിയൊരു അച്ഛൻ ഇങ്ങോട്ട് നോക്കിയാ അച്ഛൻ ഇനി കിട്ടാതിരിക്കണ്ട. ഓ, ചിരിച്ച് നല്ല സ്മൈലി ആട്ടാ. അപ്പം എല്ലാവരും ചിരിച്ചു വന്ന് വേണമെങ്കിൽ ചിരിച്ചു. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ആ ഭാഗത്തോടുകൂടി നേരെ മുമ്പോട്ടാണ് ക്രോസിങ്. ഏകദേശം ഒരു 25 മിനിറ്റ് ഈ വാഹനം ഈ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 25 മിനിറ്റ് നമ്മൾ ഇരിക്കണം. അത് കഴിഞ്ഞിട്ടേ അത് അക്കരെ എത്തുകയുള്ളൂ എന്നാണ് അറിയിച്ചത്. നമ്മുടെ ബസ് കൂടാതെ ഒരു 3-4 ലോറിയുണ്ട്. നമ്മുടെ ഇവിടെ ടോറസ് എന്ന് പറയുന്ന പോലെ ലോറിയും പിന്നെ കണ്ടില്ലേ ബൈക്കുകൾ, കാറ്, എന്നിട്ട് ഇത്രയും ആളും എല്ലാം കൂടി ഇരിക്കുന്നത്. ഭയമൊന്നും തോന്നിയില്ല, പക്ഷെ നല്ലൊരു രസമായിരുന്നു ഈ സ്ഥലങ്ങളും ഇതെല്ലാം കൂടെ കാണാൻ. ഞാൻ ചേച്ചിമാരെല്ലാവരും കൂടെ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നു, പാട്ട് പാടുന്നു, അത് ഗെയിം. ഇതൊരു പുതിയ എക്സ്പീരിയൻസാണ് കേട്ടോ. ഞാനിങ്ങനെ പോയിട്ട് ഞങ്ങളുടെ ഈ ഫെറി സ്റ്റാർട്ടായി. അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചുറ്റി നടന്ന് ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട്, അതായത് വീഡിയോ എടുക്കാനായിട്ടൊരു ശ്രമം നടത്തുകയായിരുന്നു. വെയിലും ഉണ്ടായിരുന്നു, എന്നാൽ തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇസ്താംബുളിലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട പോലെയായി. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ചൂടനുഭവപ്പെട്ടു തുടങ്ങിയായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള യാത്രയാണ് ഈ ബാർജിൽ, അതായത് ഈ ഫെറിയിൽ കൂടിയുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിനിടെ പെട്ടെന്ന് 25 മിനിറ്റ് കഴിഞ്ഞു. ഞങ്ങളെ താഴേക്ക് വിളിച്ചു. കണ്ടോ ഷിപ്പുകളൊക്കെ പോകുന്നതും ഒക്കെ തൊട്ടടുത്തുകൂടാണ് ഷിപ്പുകൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നും പുറത്തിറങ്ങി. ആ ഫെറിയിൽ വന്ന് പുറത്തിറങ്ങിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ട്രോജൻ ഹോഴ്സ് നമ്മൾ കാണുന്നത്. ഇംഗ്ലീഷ് അക്ഷരപ്രകാരം കനക്കല എന്ന് വായിക്കാമെങ്കിലും അവിടുത്തുകാർ ആ സ്ഥലത്തിന് ചനക്കല എന്ന് തന്നെയാണ് പറയുന്നത്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് പുരാണത്തിലെ ഒരു സംഭവമാണ്. ഗ്രീക്ക് സൈന്യം
ട്രോയ് നഗരത്തെ കീഴടക്കാൻ ഉപയോഗിച്ച ഒരു വഞ്ചനാപരമായ തന്ത്രം. അവർ ഒരു വലിയ കുതിരയുടെ രൂപം ഉണ്ടാക്കി അതിനകത്ത് ഒരു കട്ടിലിൽ സൈന്യത്തെ ഒളിപ്പിക്കുകയും, അത് 5-6 പേരുണ്ടായിരുന്നു, അത് ട്രോയ് നഗരത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ട്രോജൻ വാർ കഴിഞ്ഞ് അവർ തോൽവി സമ്മതിച്ചു പോയി എന്നാണ് ഇവർ കരുതിയിരുന്നത്. ട്രോജൻ ഭടന്മാർ രാത്രി പിറ്റേന്ന് കുതിരയിൽ നിന്നും പുറത്തു വന്ന് നഗരം കീഴടക്കി. ഈ കഥ ഹോമറിൻ്റെ ഇലിയഡ് എന്ന പുസ്തകത്തിലെ പ്രധാന കഥകളിലൊന്നാണ്. അതിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ട്രോയ് 2004 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ചലച്ചിത്രമാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചലച്ചിത്ര നിർമ്മാതാക്കൾ ടർക്കിയിലെ ചനക്കലയിൽ സമ്മാനിച്ചു പോയതാണ് നാം ഇപ്പോൾ കാണുന്ന ഈ തടിക്കുതിര. ഈ ട്രോയ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ ബാക്ക് സൈഡ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന കടലോരം, അതായത് കടലിടുക്ക്. ചെറിയ കച്ചവടക്കാർ ഈ കീ ചെയിൻ പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് വിൽക്കുന്നതാണ് കാണുന്നത്. അയ്യോ, എന്തോ ഒരു ബോട്ടുകളാണ് ഇവിടെ കിടക്കുന്നത്. ഒരുപാട് ബോട്ടുകൾ. ടർക്കിഷ് ആൾക്കാർക്ക് ഇന്ത്യൻസിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആഗ്രഹമായി. ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നത് കൊണ്ട് എൻ്റെ ഫോട്ടോ ഇതിൽ വളരെ കുറവായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഫോട്ടോയും ആരെക്കൊണ്ടെങ്കിലും എടുപ്പിക്കാവുന്ന. മുമ്പേ കണ്ട കച്ചവടക്കാരൻ്റെ കയ്യിലെ കീ ചെയിനും മറ്റുമാണിത്. ഇത് ഒരു യൂണിവേഴ്സിറ്റി കോളേജാണ്. പേരുകളൊക്കെ വായിച്ചെടുക്കാൻ പ്രയാസം. നല്ല ഭംഗിയുള്ള ഒരു മസ്ജിദ്. നോക്കി എന്ത് രസമാണ്. ഇപ്പോൾ ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സിറ്റി ഓഫ് ട്രോയ് എന്ന പുരാതന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടെയാണ്. ഏകദേശം 1.25 മണിക്കൂറാണ് അതിൽ നടന്നത്. നിങ്ങൾ ഓക്കുമരം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്കി ആ മരം, അതുകൊണ്ടാണ് ഞാൻ ക്ലോസപ്പ് എടുത്തത്. സിറ്റി ഓഫ് ട്രോയ്. ഹിസാർലിക് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ട്രോയ് നഗരം പുരാണപ്രസിദ്ധമായ ഒരു പുരാതന നഗരമാണ്. ഇത് ട്രോജൻ വാറിൻ്റെ പ്രാധാന്യപൂർണ്ണമായ സ്ഥലമായി പ്രസിദ്ധവുമാണ്. 19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ പുരാവസ്തു ശാസ്ത്രജ്ഞനായ ഹൈൻറിച്ച് സ്ലീമാൻ നയിച്ച ചരിത്ര പരിശോധനകൾ ഈ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ടർക്കിയിലെ ഹിസാർലിക് എന്ന പ്രദേശത്ത് കണ്ടെത്തിയതിലൂടെ ഈ പുരാണ കഥകൾക്ക് ചരിത്രപരമായ അടിസ്ഥാനങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ചു. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ പോപ്പിച്ചെടികളാണ്. ഞങ്ങൾ വന്ന വഴിയിലെല്ലാം ഉണ്ടായിരുന്നു ഈ പോപ്പിച്ചെടികൾ ധാരാളം. നല്ല ഭംഗി അത് കാണാൻ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് നിർമ്മിതമായ പൂ പോലെയാണ് അത് കാണുമ്പോൾ നമുക്ക് തോന്നിക്കുന്നത്. എത്ര മനോഹരമാണിതല്ലേ, നിങ്ങൾ ഒന്ന് കണ്ടേ. BC 3600 മുതലുള്ള ചരിത്രമുറങ്ങുന്ന ട്രോയ് നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. മണ്ണുകൊണ്ടും കല്ലുകൾ കൊണ്ടും നിർമ്മിച്ചിരുന്ന മതിലുകൾ, കോട്ടകൾ, കെട്ടിടങ്ങൾ, ആംഫി തിയേറ്റർ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ നേരിൽ കണ്ടത് ഒരു അനുഭൂതി തന്നെയായിരുന്നു. പലയിടത്തും സ്റ്റെപ്പ് കയറുകയും സ്റ്റെപ്പ് ഇറങ്ങുകയും ഒക്കെ ചെയ്യണമായിരുന്നു. എങ്കിലും നമ്മുടെ പഴയ നിയമകാലത്തുണ്ടായിരുന്ന അവശിഷ്ടങ്ങൾ, BCയിൽ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് നേരിൽ കാണുക എന്നൊക്കെ പറയുമ്പോഴേ അതെന്തൊരു സന്തോഷജനകമായിരുന്നു എന്നറിയാമോ. കുറേ നടന്ന് ഇതൊക്കെ കാണണമായിരുന്നു. ചെറിയ വെയിലും ഉണ്ടായിരുന്നു, തണുപ്പില്ലായിരുന്നു ആ സമയത്തവിടെ. 1.25 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറിലധികം ഉണ്ടായിരുന്നു. ഇച്ചിരി കഷ്ടപ്പെട്ടാണ് നടന്ന്. എങ്കിലും ഞങ്ങൾക്ക് പിന്നീട് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയേയില്ല. ഇതൊക്കെ ഒരു സന്തോഷമുളവാക്കുന്നതായിരുന്നു. ഇനി ഈ കയറ്റം കയറി അടുത്ത സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇസ്താംബുൾ സിറ്റി മുഴുവൻ കാണുന്നത് പോലെ ഉള്ള സീനായിരുന്നു. ചരിത്ര ഗവേഷകരൊക്കെ ശരിക്കും ഈ സ്ഥലങ്ങളൊക്കെ പോയി കാണണം. പണ്ടത്തെ ശിലായുഗം നശിച്ചു കിടക്കുന്ന ഒരു പട്ടണമാണത്. ശരിക്കും യുദ്ധത്തിൽ 7 പ്രാവശ്യം മറ്റേ പലരും വന്ന് ആക്രമിച്ച് ഒരു യുദ്ധാവശിഷ്ടമായിട്ട് ശേഷിക്കുന്ന ഒരു പട്ടണമാണ് ഈ ട്രോയ് നഗരം. അന്നത്തെ തുരങ്കങ്ങളും ഡ്രെയിനേജും ഒക്കെ അവർ മൂടിയിട്ടിരിക്കുക. കല്ലുകളും അവശിഷ്ടങ്ങളും ഒക്കെയാണ് കാണുന്നത്.
എൻ്റെ പോക്കറ്റിലൊരെണ്ണം ഞാൻ വെച്ചു. ഇതിൻ്റെ അകത്ത് നല്ലെന്നാ പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടമാണ് ഇപ്പോൾ നാം കാണുന്നത്. പഴയതുണ്ടായിരുന്ന സ്ഥാനത്ത് പുനർനിർമ്മിച്ചതാണെന്നാണ് നമ്മുടെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞത്. ഓക്കിൻ്റെ ഇല ഒന്ന് ക്ലോസപ്പ് എടുത്തതാണ്. നാം കല്ലും കട്ടയും മാത്രമാണ് കാണുന്ന ഏരിയയിലും ചരിത്രം ഉറങ്ങുന്ന സ്മാരകങ്ങളാണ് അവയെല്ലാം. ഒറിജിനൽ എത്തി സ്റ്റെപ്പുണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന അത്തി പോലത്തെ അല്ലത് കേട്ടോ, ഇതാണ് ഒറിജിനൽ അത്തിമരം. കയ്യെത്തി പറിക്കാമായിരുന്നു, പക്ഷേ എല്ലാം പച്ചയായിരുന്നു, പഴുത്തിട്ടല്ലേ ഫലമുള്ളൂ. ഇത് ആംഫി തിയേറ്ററിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങളും പല ഭാഗങ്ങളുണ്ട്, വലിയ ഏരിയ ആണ്. 6 മണിയായപ്പോൾ ഹോട്ടലിൽ മടങ്ങിയെത്തി. 8 മണിക്ക് മുമ്പ് സൂര്യാസ്തമയമുണ്ട്, കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ക്ഷീണം കൊണ്ട് നല്ല സുന്ദരമായിട്ട് ഉറങ്ങിപ്പോയി. അടുത്ത വീഡിയോയിൽ പെർഗമോസിലെ കാഴ്ചകളും റോപ്പ് വേയിലെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബായ്.